ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മൾ മെയ് 1 നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ വയനാട് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് കേട്ടോ. ഏപ്രിൽ 30 ഉച്ചയ്ക്ക് ഒരു 12 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊരു 1 മണിയൊക്കെ ആയപ്പോൾ പുത്തൻതാണി എത്തിയപ്പോൾ രണ്ടുപേരും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് വിശപ്പടക്കിയിട്ടാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. 3ലോ 4ലോ എങ്ങനെ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വയനാട് പോണത്. അന്നിങ്ങനെ ട്രിപ്പ് പോയതൊന്നുമല്ല, ഒരു റിലേറ്റീവ് മരിച്ചിട്ട് കാണാൻ എങ്ങനെയോ പോയതാണ്. പിന്നെ ഇപ്പോഴാണ് പോണേ. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുപോലെ എടുത്തൊരു തീരുമാനമാണ് ഇതുപോലെ എങ്ങടെയും പോയി അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പോൾ ഒരുപാട് ട്രാവൽ ഏജൻസീസിനെയും അതുപോലെ റിസോർട്ടിനെയും കോൺടാക്ട് ചെയ്തു. ഫൈനലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അഡ്വാൻസും കൊടുത്ത് അങ്ങോട്ട് ബുക്ക് ചെയ്തു. വയനാട് വൈത്തിരിയുള്ള മിസ്റ്റി വിൻഡ് എന്ന് പറയുന്ന റിസോർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ. നമ്മൾ ബുക്ക് ചെയ്തത് 2nd ഫ്ലോറിലെ ഒരു റൂമായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു കിച്ചൺ, DJ റൂം, ഒരു കോമൺ പൂൾ, ഒരു സ്മോൾ കിഡ്സ് പ്ലേ ഏരിയയും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു തേയിലത്തോട്ടാണ് കേട്ടോ. ദേ കണ്ടതാണ് അതൊരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു, കീ ഒക്കെ തന്നു. വെറും ഒരു റൂം മാത്രമല്ല, ഒരു മിനി കിച്ചൺ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളോട് കൂടിയ ഒരു മിനി കിച്ചൺ. പിന്നെ ഇനി റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമിൽ ഒരു അലമാര, ഒരു സോഫ, ടീപ്പോയ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഗ്രീനറിയാണ് കേട്ടോ. വൈത്തിരി സെൻട്രലായിട്ടുള്ള ഒരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ആ ഫുൾ വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളെത്തിയ ഒരു സമയത്ത് വലിയ തണുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാൽ ചൂടൊട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടല്ലാതെ പുറത്തായിട്ടാണ് നമുക്ക് ബാത്റൂം വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊരു 6:30 ആയ സമയത്തൊന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പുറത്തെന്തേ ഒരു കൈതച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വിഷ്ണുവേട്ടൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൈനാപ്പിളൊക്കെ മുറിച്ച് വന്ന് വിഷ്ണുവേട്ടൻ അവിടെ നിന്ന് TV കാണായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ള കുറച്ച് റെസ്റ്റോറൻറ്റിലെ മെനു കാർഡ്സ് ആണ് ഇത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ മീറ്റിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീറ്റാണ് കേട്ടോ ബീഫ്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ബീഫ് റോസ്റ്റും ഗീ റൈസും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ കേക്കില്ല, അതെങ്ങനെയാലേ. അപ്പോൾ നമ്മളൊരു ചെറിയ മിനി ജാർ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ പോയി കട്ട് ചെയ്തു, പക്ഷെ അതൊന്നും അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ഗുഡ് മോർണിംഗ്. അങ്ങനെ അതേ പിറ്റേ ദിവസം 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ നീറ്റത്. അപ്പോൾ പുറത്തുനിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാമേ. By the way, look, happy anniversary. ഇതാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ. പൂളൊക്കെ ഉണ്ട്. പൂളിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. എന്താ കേട്ടോ അവിടെ അതും തന്നെ തോന്നുന്നില്ല, ഒരു ഇതിൻ്റെ റിസോർട്ടിൻ്റെ സ്പേസ് തോന്നുന്നു അവിടെ. നമുക്കിനി ബ്രഷ് ചെയ്തിട്ട് ലൈറ്റായിട്ടൊരു കാപ്പി കുടിച്ചാൽ നമുക്ക് പൂളിൽ ഇറങ്ങണം. നമ്മൾ ഇന്നലെ ഇറങ്ങണം എന്ന് വിചാരിച്ച് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഇന്ന് ഇറങ്ങാം. അങ്ങനെ അതേ ബ്രഷൊക്കെ ചെയ്ത് വന്നു. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, അതുപോലെ ചായ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ദോശയായാലും ഇഡ്ഡലി ആയാലും ഓക്കെയാണ്, പക്ഷേ വിഷ്ണുവേട്ടനെ ഉഴുന്നുകൊണ്ട് അരച്ച രണ്ടും ഇഷ്ടമല്ല. പക്ഷെ ഒരു വിധത്തിൽ നിർബന്ധിച്ചിട്ടാണ് ഞാൻ കഴിപ്പിച്ചെടുത്തത് കേട്ടോ. അങ്ങനെ ആൾ 2 ഇഡ്ഡലിയും ഒരു ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതേ പൂളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് പുഴയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറുപ്പത്തിൽ ഒരു 9, 10 പഠിക്കുമ്പോൾ തൊട്ടേ നീന്തൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഒരു സംഭവത്തിൽ കളിച്ചു. വിഷ്ണുവിന് ഒരേ നിർബന്ധം ഇതിലൊന്നും ഇങ്ങനെ കളിക്കണമെന്ന്. എനിക്കാണെങ്കിൽ ചെറുപ്പത്തിൽ എങ്ങനെ കളിച്ചൊരു ഓർമ്മയാണ്. ഇത്രയും വലുപ്പം വെച്ചിട്ടൊന്നും കളിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അതിലൊക്കെ കളിച്ചു കേട്ടോ കുറച്ച് നേരം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി റെഡിയായി ഇരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനായിട്ടുണ്ട്. ഫസ്റ്റ് ബാണാസുര ഡാം, പിന്നെ ഹണി മ്യൂസിയം, പിന്നെ പൂക്കോട് ലേക്ക്. ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളതേ ചെക്കൗട്ട് ചെയ്ത് കാറിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാമിൽ ബ്രോ. ആൾ കൂടുതൽ ഡെസ്റ്റിനേഷൻസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. ആൾ ഭയങ്കര ഒരു കൂളായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടെ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്ത് തന്നു. അപ്പോൾ മൊത്തത്തിലൊരു 5 സ്റ്റാർ നമുക്ക് കൊടുക്കാം റിവ്യൂ. അത്രയും ബെസ്റ്റായിട്ടാണ് നമ്മളതിനെ അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. ഒരു 10 മണിക്കൊക്കെ ആണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വിശന്നപ്പോൾ പോണ വഴിക്ക് നമ്മളൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ
ബാണാസുര ഡാമിലേക്ക് എത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഡാമിലേക്ക് എത്തി. അടിപൊളി ഒരു വ്യൂ, നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത് ഈ കാണുന്നത് അവിടെ ടോപ്പിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇത്രയും സ്ഥലത്തിലായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു ഡാമാണ് ഈ ബാണാസുര ഡാം എന്ന് പറയുന്നത്. മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഇത്രയും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്കിതേ ഒരു ഷോപ്പ് കണ്ടു. ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ ഈ സ്വീറ്റ്സും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ നിന്നതാണ്. നമ്മൾ അവിടുന്ന് 3 ചോക്ലേറ്റ് ബോക്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ കടയിലുള്ള ആളിതേ ഈ കാപ്പിപ്പൊടിയൊക്കെ എനിക്ക് മണത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഏലക്ക ഇട്ടതും അല്ലാത്തതുമായിട്ടുള്ളതൊക്കെ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു, പക്ഷേ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മൾ ചോക്ലേറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വൈത്തിരിയിലുള്ള റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ജൂബിലി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. കുട്ടൻ ബിരിയാണിയാണ് രണ്ടുപേരും കഴിച്ചത് കേട്ടോ. പോയതിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വേർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ പോണ പ്ലേസ് എന്ന് പറയുന്നത്. ഹണി മ്യൂസിയം വേർത്താണെന്ന് വെറുതെ പറഞ്ഞതല്ല, നമുക്കതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ കഴിക്കുന്നുണ്ട്. ആദ്യകാലത്തൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. മെയിൻലി ആൻറ്റി ഏജിങ്ങിന്, അതേപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഇത് കഴിക്കുന്നത്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് 20 ഗ്രാമാണ് ബോഡിയിലേക്ക് എത്താൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി. നമ്മളിത് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ കസ്റ്റമർ മുന്നിൽ നിന്ന് 20 ഗ്രാം റോയൽ ജെല്ലി എടുത്തിട്ട് 300 ഗ്രാം ഫസ്റ്റ് ഇയർസിലാണ് ഈ ലസിതർ എലന്തപ്പഴം പൂക്കുന്ന സമയത്ത് നടന്നത്. ആ തേൻ 300 ഗ്രാമിലേക്ക് 20 ഗ്രാം റോയൽ ജെല്ലി മിക്സ് ചെയ്യാണ് ചെയ്യുക. ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഹണി മ്യൂസിയത്തിൻ്റെ കാര്യം. പുറമേ നിന്ന് കാണുമ്പോൾ വളരെ ചെറുതാണ്, പക്ഷേ അതിനുള്ളിലുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കാതെ പോയിരുന്ന കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഇത്രയും വലിയ സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഹണി കൊണ്ടുള്ളത് തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വയനാട് വന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ഹണി മ്യൂസിയം അത്രയും വേർത്താണ്. സെക്കൻഡ് ചേമ്പറിൽ എത്തുമ്പോൾ ഹണി പ്യൂറായിരിക്കും, പക്ഷെ അവിടെ വെച്ചിട്ടാണ് വാട്ടർ കണ്ടന്റ് ചെക്ക് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ ഹണി കിട്ടണമെങ്കിൽ 20% വെള്ളത്തിൻ്റെ അംശം പാടും. ഉണ്ടെങ്കിൽ തന്നെ ഹണി ഈസ്റ്റ് കുളിച്ചു ബാഡ് സ്മെല്ല്, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡോസ് പമ്പിൻ്റെ സഹായത്തോടെ ഹൈ പ്രഷർ ബാക്ക് ചെയ്യാം. തേനീച്ചക്കൂടിൻ്റെ ഒരു മാതൃകയാണ്. തേനീച്ചക്കൂടിൽ 3 തരം തേനീച്ചകളുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഹണി നമുക്ക് കിട്ടും. അതിന് നമ്മളെ സഹായിക്കുന്നത് റാണി, പെൺതേനീച്ച, ആൺതേനീച്ച. റാണിയാണ് കൂടുതൽ ഏറ്റവും വലുപ്പമുള്ളത്, കാണാനും ഭംഗിയായിരിക്കും. നമ്മൾ അത് നിങ്ങൾക്ക് ഏതോ സങ്കല്പം നിങ്ങൾക്ക് അത് വലുപ്പമുള്ളത് വിചാരിച്ചു. പെൺതേനീച്ച മെലിഞ്ഞിട്ടാണ്, ചെറുത് വലുതാണ്. ഇവരെയാണ് വർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. കൂട് നിർമ്മാണം, കുഞ്ഞുങ്ങളെ നോക്കുന്നത്, തീറ്റ കണ്ടെത്തുന്നത്, തേന് കണ്ടെത്തുന്നത്, നമ്മൾ തേനെടുക്കുമ്പോൾ നമ്മളെ കുത്തുന്നതൊക്കെ പെൺതേനീച്ചകളാണ്. ആൺതേനീച്ച പൊതുവെ മടിയന്മാരാണ്, അവർ പുറത്തുനിന്ന് ഇറങ്ങില്ല. വർഷത്തിലേക്ക് നമ്മുടെ റാണി പുറത്ത് വരുന്നത് മേറ്റ് നടത്തും. ആ മിൽക്കാണ് റോയൽ ജെല്ലിട്ടാണ് റാണിയുടെ ഫുഡ്. അത് കാരണം റാണിക്ക് ആയുസ് കൂടുതലാണ്, കാണാനും ഭംഗിയാണ്. ഒരു തവണയിൽ തന്നെ 1500 മുട്ടനുള്ള കപ്പാസിറ്റിയും കിട്ടും. മീറ്റിംഗ് കഴിഞ്ഞാൽ മെയിലും ചത്തുപോലെ. ആൺതേനീച്ചും പെൺതേനീച്ചും ബീബറുടെ പേര് തേന്, പൂമ്പൊടി, വെള്ളമാണ് അവരുടെ ഭക്ഷണം. ഇത് തേനീച്ചയുടെ തലഭാഗം. നമ്മളെപ്പോലെ 2 കണ്ണൊന്നല്ല, 5 കണ്ണുണ്ട്. മുകളിൽ 3 സിമ്പിൾ ഐസോസെലേസ് എന്ന് പറയും. സൈഡിൽ വലിയ കോമ്പോട്ടിസ്റ്റ് മൾട്ടിപ്പിൾ ഐസോ സെൻസറി കൂടുതലാണ്. അത് കാരണം എന്ന് പറയാം തേനീച്ചക്കൂടിലേക്ക് അറിയാതെ പോലും കല്ലെറിയരുത്. ആ കല്ല് എവിടെ നിന്ന് വരുന്നു, എവിടെ പതിക്കുന്നൊക്കെ സെൻസർ ചെയ്യാൻ ഇവർക്ക് 100 കണക്കിന് ലെൻസുകളാണ്. അത് കാരണം എറിഞ്ഞാളെ നോക്കി കുത്താൻ തേനീച്ചയ്ക്ക് സാധിക്കും. ഇത് തേനീകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ചെറുതേനാണ്, കുഞ്ഞി തേനീച്ചയാണ്. അവർക്ക് സ്റ്റിക്കില്ലാത്ത കാരണം അവർ വലിയ പൂക്കൾ പോയിട്ട് കണ്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ കൂടിൻ്റെ പരിസരത്തുള്ള തുമ്പ, തുളസി പോലുള്ള മെഡിസിൻ ഫ്ലവറിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെന്ന ഹണി എടുക്കുന്നത്. അതുകൊണ്ട് മെഡിസിൻ പവർ കൂടുതലാണ്. ഇപ്പോൾ ജനിച്ച കുട്ടികൾക്കും ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റിയ ഹണി ചെറുതേനാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, വൈറൽ ഫീവർ തടയാൻ, ആസ്തമ, അലർജി, ത്രോട്ട് ഇൻഫെക്ഷൻ, കോൾഡ്, കോഫിന് എല്ലാത്തിനും. അതുകൊണ്ട് തേനുള്ള രാജാവ് എന്നാണ് ചെറുതേൻ അറിയപ്പെടുന്നത്. ഈ കളർ ചേഞ്ച് വരുമ്പോൾ നമ്മളെന്നും ഹണി കേടായിരുന്നൊന്ന് വലിച്ചെറിയരുത്. പ്രോസസ്സിങ് കഴിഞ്ഞ ഹണി ലൈഫ് ലോങ് കേടാവുന്നേ ഇല്ല. പൂക്കളുടെ വ്യത്യാസം, തേനീച്ചകളുടെ വ്യത്യാസം കാരണമാണ് ഈ കളർ ചേഞ്ച്. നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതൊക്കെ പ്രോസസ്സിങ് കഴിഞ്ഞതാവില്ലേ? അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ക്രിസ്റ്റലൈസ് ആവും, കട്ട പിടിക്കും. അത് തേനിൻ്റെ നേച്ചറാണ്. നമ്മൾ ശർക്കര, പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. പൂമ്പൊടിയുടെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കോസ് ഫെക്ടേഴ്സിൻ്റെ വേരിയേഷൻ കാരണം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നത് ഇല്ല. പ്രോസസ്സിങ് കഴിഞ്ഞ് ലൈഫ് ലോങ്. അതൊന്ന് വെയിലത്ത് വെച്ചാൽ മതി, ലിക്വിഡ് ഫോമിലേക്ക് വരും. ബി വാക്സ്, മെഴുക്, തേനീച്ച തേനിൻ്റെ പിന്നെ വെയിലത്തൊക്കെ പണ്ടുള്ളവർക്ക് ചെയ്യാൻ അറിയാം. ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ചൊക്കെ അവർ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ഇല്ല അതിലുണ്ടാവുക കണ്ടന്റ് അല്ലേ? ഇത്
ബി വാക്സ് ഇത് നമ്മൾ ഈ ഹണി കഴിച്ചുകൊണ്ട് വല്ല ഇതുണ്ടോ, നെഗറ്റീവ് സംഭവം ഉണ്ടോ നമുക്ക് ശരീരത്തിൽ? ഒരിക്കലും ഹണി ദിവസം കഴിക്കുന്നവർക്ക് നല്ലതാണ്, ഇമ്മ്യൂണിറ്റി ബെസ്റ്റ് ആണ്. നമ്മുടെ ഡെയിലി തേയില യൂസ് ചെയ്യുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും എന്ന് പറയുന്നിട്ടുണ്ട് ഒരളവിൽ കൂടുതൽ കഴിച്ചാൽ. ഇല്ല, നമ്മൾ കഴിക്കേണ്ടത് ഒരിക്കലും ഡയറക്റ്റ് ഹണി കഴിക്കരുത്. ഡൈലൂട്ട് ഹണിയുടെ ഫുഡാണ്. നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒക്കെ യൂസ് ചെയ്താണ് ആൻറ്റി ഏജിങ്ങിന് ബെസ്റ്റ്. ആൻറ്റി ഏജിങ് മാത്രമല്ല, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിന്, മെമ്മറി ബൂസ്റ്റിന്, സെക്ഷൽ പവറിന്, എനർജി ലെവൽ കൂട്ടാൻ വേണ്ടി, ഹോർമോൺ വേരിയേഷൻ കൺട്രോൾ ചെയ്യാൻ, ക്യാൻസറിൻ്റെ സെല്ലുകൾ തടയാനൊക്കെ ബെസ്റ്റാണ്. റിലാക്സ് പറഞ്ഞാണ് പോളിഷ് ചെയ്യുന്നത് തേനീച്ച കൂടിൻ്റെ പുറമേയുള്ള ഭാഗം. ആ തേനീച്ച ഉണ്ടാക്കുന്ന നല്ല മെഡിസിൻ പോലുള്ള മരങ്ങളുടെ കറയും പൗഡറും അത് സലൈവയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ഇത് സിദർ ഹണി, കാശ്മീരിൽ നിന്ന് കളക്ട് ചെയ്ത് എലന്തപ്പഴത്തിൻ്റെ ജോജോ, ഇന്ത്യയിലെ പ്രീമിയം ഹണിയാണ്. ഇതിൽ സുക്രോസിൻ്റെ കണ്ടന്റ് കുറവായത് കാരണം ഷുഗർ പേഷ്യൻറ്റിന് വരെ കഴിക്കാം. ലിവർ സിറോസിസ്, സ്റ്റൊമക് അൾസർ, ഫാറ്റി ലിവർ, പ്രഗ്നൻറ്റ് ലേഡി, യൂറിൻ ഇൻഫെക്ഷൻ, വെയിറ്റ് ലോസ്, തടി കൂടാനും കുറയാനൊക്കെ ബെസ്റ്റാണ് സിദർ ഹണി. ഇത് തുളസി, സാധാ തുളസി അല്ല, വെറ്റില തുളസി, ചുമ, തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലത്. ജാർഖണ്ഡിൽ നിന്ന് കളക്ട് ചെയ്യും. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ്, മലന്തേൻ, പുറ്റുതേൻ, പെരുന്തേൻ എന്നൊക്കെ പറയും. ഇതും തടി കൂടാനും കുറയാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് അജ്വൈൻ, അയമോദകം, രാജസ്ഥാൻ അയമോദക പാടങ്ങൾ. ഇത് വയറ് സംബന്ധമായ പ്രശ്നം, ദഹനക്കേടുമുള്ള വയറുവേദന, അൾസർ, അസിഡിറ്റി, ഗ്യാസ് ട്രബിളിനൊക്കെ നല്ലത്. ഷുഗർ പേഷ്യൻസിനൊക്കെ ഹണി കഴിക്കാം. ഒരിക്കലും അവർക്ക് അസുഖങ്ങൾ വരച്ചാൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഒരിക്കലും ഹണി കഴിച്ചിട്ട് ഷുഗർ കൂടില്ല, കുറേ നമുക്ക് ചാമ്പൽ ഹണി യൂസ് ചെയ്യാം. ഇത് വയനാട് കഴിക്കരുതില്ലേ? ഒരു ഹണി ഡയറക്റ്റ് ആരും കഴിക്കരുത്. വയനാട് ഇവിടുത്തെ നോർമൽ ഹണിയാണ്, നോർമൽ അല്ല യൂസ് ചെയ്യും. ക്ഷീണം മാറാനൊക്കെ നല്ലതാണ്. ഇത് ജാമു, ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാൻ പറ്റില്ല. ഇത് UP മഹാരാഷ്ട്രയാണ്, ഞാവലിൻ്റെ കൃഷിയാണ് അവിടെ നിന്ന്. ഷുഗർ കൺട്രോൾ ചെയ്യാൻ, ബ്ലഡിലെ ഹീമോഗ്ലോബിൻ കൂട്ടാനൊക്കെ നല്ലത്. ഇത് മസ്റ്റാർഡ്, കടുക് പൂന്തേനാണ്. ജോയിൻറ്റ് പെയിൻ, ആർത്രൈറ്റിസിനൊക്കെ നല്ലതാണ്. പഞ്ചാബ്, ഹരിയാന കളക്ട് ചെയ്യുന്നത്. ഇത് കറഞ്ച്, എന്തോരം വെറൈറ്റീസിന്റെ ബീസില് പൂക്കളുടെ മറ്റേ തേനീച്ചകളല്ല. ഇത് സ്കിൻ അലർജിക്ക്, സോറിയാസിസ്, റാഷസ് പോലുള്ള സ്കിൻ അലർജി. ഇതെല്ലാം നാച്ചുറലാണ്, പക്ഷേ ഇത് മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നത്. വയനാട് ഹണിയിൽ വെളുത്തുള്ളി 41 ദിവസം ഇട്ട് വെച്ചെടുക്കുന്നത്. ഇത് കൊളസ്ട്രോൾ, BP ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ലിച്ചി, ബീഹാർ എന്നുള്ളത്. ഇതിൽ സ്വീറ്റസ്റ്റ് തന്നെയാണ് ലിച്ചി. ബ്യൂട്ടി പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ചെറുപേനും റോയൽ ജെല്ലിക്ക് അവൈലബിൾ ആണ്, ടേസ്റ്റിനില്ല. ഇത് ബി വാക്സ്, ചുണ്ട് പൊട്ടുന്നതിന്, കാലിൻ്റെ മടമ്പ് പൊട്ടുന്നതിന്, ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലത്. സ്പൂൺ ഇതിലേക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഹണി മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഹണീനെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് പറ്റി. ഹണി മ്യൂസിയത്തിന് ശേഷം നമുക്ക് പൂക്കോട് ലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ പൂക്കോട് ലേക്ക് നമ്മൾ എത്തിയപ്പോഴേക്കും 5 മണി കഴിഞ്ഞു. 5:30 വരെ അവിടെ വിസിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താമരശ്ശേരി ചുരം ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വ്യൂ കണ്ടത് കേട്ടോ. ഭയങ്കര കോടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ത്രൂ ഔട്ട് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വളവിലും ഇങ്ങനെ നിർത്തി മെല്ലെ ഓരോ വ്യൂ പോയിൻറ്റ്സും കണ്ട് കോടയൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും ചുരമൊക്കെ ഇറങ്ങി നമ്മൾ 3.5 മണിക്കൂർ കൊണ്ടാണ് ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിഷ്ണുവേട്ടൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരാൻ നേരത്തെ ഇങ്ങനെ പറയുമായിരുന്നു, ഒരു ട്രിപ്പ് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിനൊരു വേദനയാണെന്നല്ലേ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്ത് ഓരോ സംഭവങ്ങൾ ചെയ്ത് നമ്മളത് കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ വരുമ്പോഴത്തെ ആ ഒരു എക്സ്പീരിയൻസ് അതൊരു വേറെ തന്നെയാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഹൈവേ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലിംഗ് ഒരുപാട് ഈസി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ നമ്മളിതേ ഒരു 9:00 നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആണ് നമ്മൾ റിട്ടേൺ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ വീഡിയോനെ പറ്റി എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.